ഒരു മലയാളം സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പരിവാർ, നമ്മുടെ ജഗദീഷ് ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, പ്രശാന്ത് അലക്സാണ്ടർ ഒക്കെ അഭിനയിച്ച പടമാണ്. നാരായണീന്റെ 3 ആൺമക്കൾ പറഞ്ഞിട്ട് ഒരു സിനിമയില്ലേ, അതിന്റെ അതേ പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക്. പക്ഷെ അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടും ടച്ചിങ് ആയിട്ട് എടുത്തപ്പോ ഇതൊരു ഫ്യൂണറൽ കോമഡി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നാരായണീന്റെ 3 ആൺമക്കൾ സിനിമയെ പറ്റി 2 അഭിപ്രായമുണ്ട് ബേസിക്കലി. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതില് അമ്മ മരിക്കാൻ കിടക്കുമ്പോ കാണാൻ വരുന്ന മക്കളാണ് വെച്ചാൽ ഇതില് അച്ഛൻ മരിക്കാൻ കിടക്കുമ്പോ കാണാൻ വരുന്ന പാണ്ഡവരെയാണ് കാണിക്കുന്നത്. വേണമെങ്കിൽ ഒരു പാണ്ഡവ ലഹള എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടമാണ്. പാണ്ഡവരിലുള്ള എല്ലാവരും ഈ സിനിമയിലും ഉണ്ട്. പക്ഷെ അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ പാണ്ഡവര് തമ്മിൽ ഭയങ്കര ഐക്യമാണ് പറയുമല്ലോ, ഇതില് കണ്ണിൽ കണ്ടാൽ പറ്റില്ല അപ്പ അടിയാണെന്ന് പറയാം. ഇപ്പൊ പാണ്ഡവരിൽ ഭയങ്കര സൈസുള്ള ഒരാളാണ് ഭീമൻ. പക്ഷെ ഇതില് അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഇന്ദ്രൻ ചേട്ടനാണ് ആ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത്. നകുലനും സഹദേവനും തമ്മിൽ ഭയങ്കര ക്ലോസ് ആണ്. പക്ഷെ ഇതില് നകുലനും സഹദേവനും എപ്പ കണ്ടോ അപ്പ അടിയാണ്. പാണ്ഡവരിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അർജുനനാണ്. എന്നാൽ ഇതില് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണ്ട അർജുനനാണ് കൊടുത്തിരിക്കുന്നത്. അച്ഛന്റെ കയ്യിൽ 50 ലക്ഷം രൂപയുടെ ഒരു ഡയമണ്ട് മോതിരമുണ്ട്. അത് തട്ടിയെടുക്കാൻ പറ്റുന്ന മക്കളെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഒരു കോമഡി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ലോഫ്റ്റർ റൈറ്റ് എന്നൊന്നും പറയാനുള്ള പടമൊന്നുമല്ല. വലിയ തമാശയും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നല്ല തമാശ ഉണ്ടാകാൻ പ്രതീക്ഷിച്ചു. അങ്ങനത്തെ തമാശയും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ കണ്ടിരിക്കാവുന്ന ഒരു പടം, ഒരു 2 മണിക്കൂറോളം ഉള്ള പടമാണ്. അത് കണ്ടിരിക്കാന്ന് പറയാൻ കാരണം ഇതിലത്തെ കാസ്റ്റാണ്. ജഗദീഷ് ചേട്ടനും അതേപോലെ പ്രശാന്ത് അലക്സാണ്ടറും ഇന്ദ്രൻ ചേട്ടനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാം. വലിയ ബോറടിയും കാര്യങ്ങളൊന്നും തോന്നില്ല. ഞാൻ ഈ സിനിമയുടെ പ്ലോട്ട് ഫുൾ ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബിജിബാലാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഈ ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ ഞാൻ അടിച്ചു വിടാറാ പതിവ്. പക്ഷെ ആ സമയത്ത് ഒരു പാട്ട് നല്ല രസമുണ്ടായിരുന്നു. മ്യൂസിക് വർക്കൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ ആസ്ഥാനത്ത് കൊണ്ടേ വെച്ച പോലെ പഴപ്പം തോന്നി. ഈ സിനിമ ഇതിന്റെ പ്ലോട്ടൊക്കെ പല സിനിമയിൽ വന്നിട്ടുണ്ട്. അതായത് ആദ്യമൊക്കെ കോമഡി ആക്കിയിട്ട് ഇപ്പൊ നമ്മുടെ സുരാജ് ഏട്ടന്റെ കുട്ടമ്പിള്ളയുടെ ശിവരാത്രി അങ്ങനെ ഏതൊരു പടം ഉണ്ടല്ലോ, ടുവേർഡ്സ് എൻഡ് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ഇമോഷണൽ ആക്കിയിട്ട് കൊണ്ടേ എൻഡ് ചെയ്യും. അത് തന്നെയാണ് ഈ സിനിമയിലുള്ളത്. പക്ഷെ ഇമോഷണൽ കണക്ഷൻ ഒന്നും പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല. ഇവരെ പെർഫോമൻസിന് വേണ്ടി കണ്ടിരിക്കാവുന്ന ഒരു പടം. ആൻഡ് ഇതിൽ ഏറ്റവും കിടിലായിട്ട് പെർഫോം ചെയ്ത് എനിക്ക് തോന്നിയിട്ടില്ല മറ്റേ നിഷ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടറിന്റെ വൈഫായിട്ട് ഒരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. കിടിലനായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ജഗദീഷ് ചേട്ടനാണെങ്കിലും പ്രശാന്ത് അലക്സാണ്ടർ ആണെങ്കിലും ഇന്ദ്രൻ ചേട്ടനാണെങ്കിലും വെറുപ്പിക്കാതെ അഭിനയിച്ചപ്പോ അർജുനൻ പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് ആ പയ്യൻ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. എസ്പെഷ്യലി അവരുടെ ഒരു റൊമാൻസ് ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. എനിക്ക് പേഴ്സണലി ഇത് വർക്കായില്ല. സോ വേണ്ടവർ കണ്ടു നോക്കാം. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്ക് ആവില്ല. എനിക്കൊരു ആവറേജ് പടം പോലെ തോന്നിയത് അത് ഇവരുടെ പെർഫോമൻസ് കാരണം മാത്രം. കാരണം ഞാൻ ഭയങ്കര പ്രതീക്ഷിച്ചു. ഈ പരിവാർ എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് ഫാമിലിയാണ്. അതിന്റെ WR ഫാമിലിയുടെ ഉള്ളിലുള്ള അടിയും പ്രശ്നങ്ങളും കാര്യങ്ങളാണ് ഈ സിനിമയിൽ പറയുന്നത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കണ്ട് തീരുമാനിക്കുക. ട്രൈ ഇറ്റ് ഔട്ട്.